വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടത് ശരിയാണോ? എന്താ കേട്ടത്? അല്ല, വിശ്വസ്തരെയെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും താരസംഘടനയിൽ ചെറിയൊരു കളി കളിച്ചു. അതാണ് കേട്ടത് ശരിയാണോ എന്ന് ചോദിക്കാൻ കാരണം. ഞാൻ കേട്ടതൊന്നുമല്ല, പിന്നെന്താ കേട്ടത് നിങ്ങൾ? അതല്ല, ഇപ്പൊ ശ്വേതാ മേനോനാണ് ഇപ്പോൾ സ്റ്റാറായി നിൽക്കുന്നത്. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായി വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വിഭാഗം പറഞ്ഞു നടന്നിരുന്നു അന്ന്. എന്താ പറഞ്ഞതെന്നറിയാമോ? അവര് നല്ല നടി തന്നെയാണ്, പക്ഷേ അവർ ഈ സംഘടനയും കൊണ്ടേ പോകൂ. അങ്ങനെ പ്രയോഗമുണ്ടല്ലോ. ഈ സംഘടനയെ ആകെ അലമ്പാക്കി അകറ്റി നിർത്തി തമ്മിലടിപ്പിച്ച് ശേഷമേ അവർ പോകൂ എന്ന് പറഞ്ഞ കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പൊ അത് സത്യത്തിലായി വരില്ലേ? ഇപ്പൊ എന്താ, പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് കഥ കയ്യിലെടുത്തിരിക്കുകയാണത്. അപ്പോ അവർക്ക് പിന്തുണയായി, സർവം പിന്തുണയായി, എല്ലാത്തിനും ഞങ്ങളുണ്ട്, ധൈര്യമായി നയിച്ചോളൂ, ശ്വേതാ മേനോനെ മുന്നോട്ട് നയിച്ചോളൂ, അമ്മയെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പിന്നാലെയുണ്ട് എന്നാണ് മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞത്. അത്രയും മണ്ടത്തരം അവര് ചെയ്യൂ? ബുദ്ധിക്ക് രണ്ടുപേർക്കും ഒരു കുറവില്ല. ഇനി എത്ര സ്വാധീനമുണ്ടായാലും അത്തരത്തിലൊരു തറ കളി കളിക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും തയ്യാറാകുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. രണ്ടുപേരോടൊപ്പം ഒരു സൗഹൃദം പുലർത്തുന്ന നടിയാണ് ഇവര്. ആരെയും പിണക്കൊന്നുമില്ല, സ്വഭാവത്തിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ശ്വേതാ മേനോൻ ഇപ്പോ അമ്മയെ തകർക്കാൻ വേണ്ടി രംഗത്തിറങ്ങി എന്ന് പറയുമ്പോൾ ദേഷ്യം വരാതിരിക്കുമോ? കൃത്യമായിട്ട് അമ്മയുടെ സാധാരണ മെമ്പർമാർക്ക്, നല്ല നടീനടന്മാരായാലും ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, അസുഖം മൂലം മരുന്ന് വാങ്ങാൻ കഴിയില്ലാത്തവർക്ക് എല്ലാം കൃത്യമായി എത്തിച്ചു കൊടുത്തിരുന്നൊരു സംഘടനയാണ് താരസംഘടന. മാസം മാസം കിട്ടുന്ന ഒരു വലിയ എമൗണ്ട്, മരുന്നുകള്, അതൊക്കെ ഡിസോർഡർ ആയിരിക്കുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. അവിടെ സമയത്തിന് പണം കിട്ടുന്നില്ല, സമയത്തിന് മരുന്നെത്തിക്കുന്നില്ല. ആകെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടികൾ തമ്മിലുള്ള കയ്യാങ്കളിലും വാക്പോരും കോടതിയും പോലീസുമാണ്. അതിനിടയിൽ ചില നടികൾ പോലീസുകാരികളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, പോലീസുകാരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഈ വിലയ്ക്ക് വാങ്ങി എന്നറിഞ്ഞപ്പോൾ നേരെ കോടതിയിലേക്ക് ഒരു വിഭാഗം പോകുന്നു. ഇനി കോടതിയാണ് നീതി ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന നടികളുമുണ്ട്, ഇല്ലേ? അപ്പോഴാണ് ഇങ്ങനെ കലങ്ങി തിരിച്ച് സത്യത്തില് ഈ സംഘടനയെ ഈ രീതിയിൽ ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിച്ചതിന്റെ പിന്നിൽ ആര്? അങ്ങനെ തെരഞ്ഞു നോക്കി ആരോ പറഞ്ഞു, ചിലത് ഇത് പഴയ കേസില് സിദ്ദിഖ് ഉണ്ടായിരിക്കും ഇതിൽ കലക്കാൻ വേണ്ടി, ദിലീപ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞെങ്കിലും അവരാരും ഇതിന്റെ പുറകിലില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ, മോഹൻലാല് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് കുറെ വേദനകൾ അനുഭവിച്ചു. മമ്മൂട്ടിയെ മുമ്പ് പുകച്ച് താഴ്ത്തിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചു. അതിന്റെ ഫലമൊക്കെ ഇപ്പൊ ചിലർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. തങ്ങൾ ഈ സംഘടനയെ നയിച്ചിരുന്നപ്പോൾ എന്തൊരു ഗുണമായിരുന്നു, എന്തൊരു മാറ്റമായിരുന്നു. എതിരാളികളുണ്ടായില്ല, സംഘടന വളരെ ഭംഗിയായി നടന്നിരുന്നു, ഇല്ലേ? ഇടവേള ബാബു സെക്രട്ടറി ആയിരുന്ന പോലും വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. എന്തിന് ബാബുരാജ് സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. അങ്ങനെയുള്ള ഈ സംഘടനയിൽ ഇപ്പോൾ ആകെ വൃത്തികേടായി, കാല് ചവിട്ടാനില്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതാണ്, ചോദിക്കുന്നതാണത്. പ്രിയപ്പെട്ട മമ്മൂക്ക, പ്രിയപ്പെട്ട ലാലേട്ട, ദയവ് ചെയ്ത് നിങ്ങൾ സത്യം പറയൂ. നിങ്ങൾ ആരുടെ പക്ഷത്ത്? നിങ്ങളാണോ ശ്വേതാ മേനോനെ നിലനിർത്തുന്നത്? നിങ്ങളാണോ ശ്വേതാ മേനോന് എല്ലാവിധ ഉപദേശങ്ങളും കൊടുക്കുന്നത്? നിങ്ങളാണോ ശ്വേതാ മേനോന് രാഷ്ട്രീയപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. പറയൂ, സത്യം പറയൂ. സിനിമാക്കാർക്ക് മാത്രമല്ല, നിങ്ങളുടെ സിനിമകൾ കാണുന്ന ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ സത്യം പറയൂ.